നമസ്കാരം, രാജീവ് നെടുനാടാണ്. ഇന്ന് ഞാൻ പുതിയൊരു പരിപാടിയുമായി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. പരിപാടി എന്താണെന്നല്ലേ, പുതിയ സ്ഥലങ്ങൾ, പുതിയ വ്യക്തികൾ, അതുപോലെ തന്നെ പുതിയ രുചിഭേദങ്ങൾ, ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതിയൊരു പരിപാടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഫുഡ് ആൻഡ് സ്റ്റോറി. ഇന്നത്തെ ഫുഡ് ആൻഡ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഫുഡ് ആൻഡ് സ്റ്റോറി എത്തിയിരിക്കുന്നത് മലബാറിലെ പ്രശസ്തമായ കൊട്ടിയൂർ ദേവക്ഷേത്രത്തിലാണ്. നമ്മളോടൊപ്പം ഇന്ന് ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്, PS മോഹനേട്ടൻ. മലബാറിലെ പ്രശസ്തനായ പ്രഭാഷകൻ, ആധ്യാത്മിക പ്രഭാഷകനായ PS മോഹനേട്ടനെ നമുക്ക് ഫുഡ് ആൻഡ് സ്റ്റോറിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. മോഹനേട്ടൻ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഫുഡ് ആൻഡ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടിയായത്, ഇതിൻ്റെ ആദ്യ എപ്പിസോഡാണ് നമ്മുടെ ഈ കൊട്ടിയൂരപ്പൻ്റെ മണ്ണിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൊട്ടിയൂരിൻ്റെ ഐതിഹ്യ ചരിത്രങ്ങളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ കൊട്ടിയൂരപ്പൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കൊട്ടിയൂരിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് മോനേട്ടനൊന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ പറയാം. ഉത്തര കേരളത്തിലെ വളരെ പുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ. ഇക്കരെ കൊട്ടിയൂർ, അക്കരെ കൊട്ടിയൂർ, രണ്ട് ക്ഷേത്രസ്ഥാനങ്ങളുണ്ട്. തീർത്ഥാടന കാലയളവിൽ മാത്രമാണ് അക്കരെ കൊട്ടിയൂർ പ്രവേശനമുള്ളത്. ഇക്കരെ ഇടവമാസത്തിലെ ചോതിനാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്രനാൾ വരെയാണ് 27 നാളുകളാണ് തീർത്ഥാടന കാലം. ഭണ്ഡാരം എഴുന്നള്ളത്തിന് ശേഷമാണ് സ്ത്രീകൾ ഉൾപ്പെടെ തീർത്ഥാടകർക്ക് അക്കരെ പ്രവേശനമുള്ളത്. അതുവരെ അക്കരെ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഒരു ദിവസം അന്ന് പൂജകളില്ല. പുരുഷന്മാർക്ക് അവിടെ പ്രവേശിക്കാൻ അനുവാദമുണ്ട് ആ സമയത്ത്, നെയ്യാട്ടത്തിന് ശേഷം. ഭണ്ഡാരം എഴുന്നള്ളത്തിന് ശേഷം തീർത്ഥാടനം ആരംഭിക്കുകയായി. തിരുവോണം ആരാധന, രേവതി ആരാധന, രോഹിണി ആരാധന, ഇതൊക്കെ വിശേഷപ്പെട്ട ആരാധനകളാണ്. ഇളനീർ വെപ്പ്, ഇളനീരാട്ടം, ഇത് വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളാണ്. അതുപോലെ തൃക്കലശാട്ട്, ഇതൊക്കെയാണ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിശേഷമായിട്ടുള്ള ചടങ്ങുകൾ. കൊട്ടിയൂരിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു സംഭവം ഈ ഓടപ്പൂവിൻ്റെയാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുമില്ലാത്തൊരു ചരിത്രം ഓടപ്പൂവിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് ഈ ഓടപ്പൂവിൻ്റെ ചരിത്രം? ഓടപ്പൂ പ്രസാദം ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ്. കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഐതിഹ്യം പുരാണപ്രസിദ്ധമായ ദക്ഷയാഗ കഥയുമായി ബന്ധപ്പെട്ടാണ്. ദക്ഷയാഗ വേദികയിൽ ദക്ഷൻ സതീദേവിയെ അപമാനിച്ചു, സതീദേവി ദേഹത്യാഗം ചെയ്തു. അതിനെ തുടർന്ന് ശിവഭൂതങ്ങൾ ദക്ഷയാഗം തകർക്കുകയാണ്. ദക്ഷൻ്റെ ശിരസ് അറുത്തു വീരഭദ്രൻ. ആ സമയത്ത് ദക്ഷനെ പ്രോത്സാഹിപ്പിച്ച ആളുകൾക്കെല്ലാം ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഭൃഗു മഹർഷി താടി തടവി ചിരിച്ചു, പൂഷാവ് പല്ലിളിച്ച് ചിരിച്ചു, ഭഗൻ നോക്കി ചിരിച്ചു. അപ്പോൾ ഇവർക്കെല്ലാം ഭൂതഗണങ്ങൾ ശിക്ഷ കൊടുക്കുന്നത് പൂഷാവിൻ്റെ പല്ലുകൾ തല്ലിപ്പൊളിച്ചു, ഭഗൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു, ഭൃഗു മഹർഷിയുടെ താടി പറിച്ചെടുത്തു. അപ്പോൾ ഭൃഗു മഹർഷിയുടെ ഈ നരച്ച താടി പറിച്ചെടുത്ത് അഹങ്കാരത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. ആ താടിയുടെ പ്രതീകമായിട്ടാണ് ഓടപ്പൂവിനെ പറയുന്നത്. അപ്പോൾ അഹങ്കാരത്തെ ഇല്ലാതാക്കുക എന്നുള്ളൊരു മെസ്സേജായിട്ടാണ് കൊട്ടിയൂർ ഉത്സവത്തിന് ഓടപ്പൂ പ്രസാദം. അപ്പോൾ നമ്മൾ ഈ 28 ദിവസമാണ് കൊട്ടിയൂർ ഉത്സവം ഉണ്ടാകുന്നത്. ഈ 28 ദിവസങ്ങളിലും നടക്കുന്ന ഓരോ ചടങ്ങുകൾക്കും ഈ ഓരോ ജാതിക്കാർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു അവകാശങ്ങളുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്? 64 വിഭിന്ന വിഭാഗങ്ങളിലുള്ള ആളുകൾ മഹാ അടിയന്തര യോഗം എന്നാണ് ഇതിന് പറയുക, ഒരുമിച്ച് ചേർന്ന് നിർവഹിക്കുന്ന ചടങ്ങാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ഉത്സവത്തിൻ്റെ തുടക്കത്തിൽ നാൾ കുറിക്കുന്നത് മേടമാസത്തിലെ വിശാഖ നാളിലെ പുറക്കുക. അതിൻ്റെ തലേന്നാൾ ദൈവത്തെ കാണൽ എന്നൊരു ചടങ്ങ് മണത്തണ വെച്ച് നടക്കുന്നുണ്ട്. കുറിച്യ സമുദായാംഗമായ ഒറ്റപ്പിലാനാണ് അത് നിർവഹിക്കുക. തുടർന്ന് ഇങ്ങോട്ട് വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട വിവിധ ചടങ്ങുകൾ ഹിന്ദു മതത്തിലെ വിഭിന്ന ജാതികളിലും ഉപജാതികളിലും പെട്ട ആളുകൾക്ക് പ്രാതിനിധ്യവും അവകാശവുമുള്ളതാണ്. ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട എല്ലാ ജാതികളിലും പെട്ടവർ ഏതെങ്കിലും തരത്തിൽ അവിടെ ഭാഗഭാക്കാവുന്നുണ്ട് എന്നർത്ഥം. തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് പശുപരിപാലനം തൊഴിലാക്കിയ ആളുകളാണ് നെയ്യമൃത് സമർപ്പിക്കുന്നത്. തെങ്ങു കയറ്റം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇളനീർ കാവുകൾ സമർപ്പിക്കുന്നത്. അതുപോലെ ആശാരി, കൊല്ലൻ തുടങ്ങി എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ അവരുടെ
അവരുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അർപ്പിക്കുന്ന തരത്തിലാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സംവിധാനം ചെയ്തത്. അതെ അതെ. അപ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുണ്ട്. മറ്റ് ഉത്സവങ്ങൾ അതായത് എല്ലാം വേനൽക്കാലങ്ങളിലായിരിക്കും. ഇത് മഴക്കാലം തുടങ്ങുന്ന സമയത്ത് പിന്നെ എന്താ തിരുവഞ്ചിറയിലേക്ക് വെള്ളം നിറച്ചുകൊണ്ട് ആ വെള്ളത്തിലൂടെയാണ് ഈ ഉത്സവം. കൊട്ടിയൂർ ഉത്സവത്തിന് മഴക്കാല മഹോത്സവം എന്നൊരു പേര് തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ അതെ. അത് പ്രകൃതിയുമായി അത്രയധികം ഇഴുകിച്ചേർന്ന ഒരു ഉത്സവമാണ് കൊട്ടിയൂർ ഉത്സവം. മൺസൂൺ തീർത്ഥാടനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഉത്സവമാണ് കൊട്ടിയൂർ ഉത്സവം. വാവലിപ്പുഴയിൽ കുളിച്ച് ഈറനായിട്ട് ആ മഴ നനഞ്ഞുകൊണ്ട് അക്കരയ്ക്ക് പോകുന്ന ഒരു ചിത്രമാണ് തീർത്ഥാടനത്തിൻ്റെ ഒരു പഴയ ചിത്രം. അതെ 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 അതെ. ഈ ക്ഷേത്ര ഉത്സവ സമയത്ത് മാത്രം നിർമ്മിതികൾ ഉണ്ടാകുന്ന ഒരു ചരിത്രമാണ് അക്കരെ കൊട്ടിയൂർ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായത്? അക്കരെ കൊട്ടിയൂർ വാസ്തവത്തിൽ യാഗവേദികയാണ്. ദക്ഷയാഗവേദികയിൽ സതീദേവി ദേഹത്യാഗം ചെയ്ത ആ സ്ഥാനത്ത് ശ്രീപരമേശ്വരൻ സ്വയംഭൂവായി സാന്നിധ്യം ചെയ്തു. അതാണ് അവിടുത്തെ സ്വയംഭൂ ശില, സ്വയംഭൂ സാന്നിധ്യം. അവിടെ 27 നാളുകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഉത്സവം വേണം എന്ന് ത്രിമൂർത്തികൾ നിർദ്ദേശിച്ചനുസരിച്ച് പരശുരാമകൽപിതമായിട്ടുള്ള ഒരു ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് മാത്രമാണ് അവിടെ മനുഷ്യപ്രവേശനമുള്ളത്. മറ്റ് സമയങ്ങളിൽ അവിടെ ദേവന്മാർ പൂജ ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ബാക്കിയുള്ള എല്ലാ ദിവസവും ബാക്കി 11 മാസക്കാലം ഈ സമയത്തേക്ക് വേണ്ടി മാത്രം താൽക്കാലികമായി നിർമ്മിതികൾ അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഒക്കെ ഇക്കോ ഫ്രണ്ട്ലിയാണ്. സ്ഥിര നിർമ്മിതികൾ അവിടെ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മളിപ്പോൾ ഉത്സവങ്ങൾക്കൊക്കെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ഹരിത ചട്ടം ഒക്കെ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അതിപ്രാചീനമായിട്ട് ആ ഹരിത ചട്ടം ആവിഷ്കരിക്കപ്പെട്ടുള്ള ഒരു സ്ഥലമാണത്. അവിടെ ഞെട്ടിപ്പനയോലകൾ കൊണ്ടാണ് ശ്രീകോവിൽ. അതുപോലെ ഓല മെടഞ്ഞിട്ടുള്ള മേൽക്കൂരകളോട് കൂടിയിട്ടാണ് ആളുകൾ താമസിക്കുന്നത്. ഓഫീസ് ഒക്കെ പ്രവർത്തിക്കുന്നത്. മുളങ്കമ്പുകൾ അത് ഉത്സവം കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യുകയും ചെയ്യും. ശ്രീകോവിൽ പൊളിക്കൽ എന്നുള്ള ഒരു ചടങ്ങായി തന്നെ നടക്കും. ചടങ്ങായിട്ട് തന്നെ ശ്രീകോവിൽ പൊളിച്ച് നീക്കുന്നുണ്ട്. അതെല്ലേ. അപ്പോൾ അങ്ങനെ താൽക്കാലിക നിർമ്മിതികളാണ്. പ്രകൃതി സൗഹൃദ ഉത്സവമാണ് അക്കരക്കൊട്ടി. പ്രകൃതിയും മനുഷ്യനും ഒന്നു ചേരുന്ന ഒരു വേദിയാണ് അക്കരക്കൊട്ടി. എന്തായാലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടിയിലേക്ക്, മഹോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. കൊട്ടിയൂരപ്പനേ സതിപതിയേ ദുഷ്ടനിഗ്രഹ ജഡാധരാ